ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയെ പറ്റിയിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയാണ് അവക്കാഡോ കൃഷി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിപണന മൂല്യം അതേപോലെ തന്നെ നല്ല മാർക്കറ്റ് ഡിമാൻഡ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവക്കാഡോ കൃഷി രീതികളെ പറ്റിയിട്ടാണ്. കൃഷി രീതികൾ, പരിപാലന രീതി, അതേപോലെ തന്നെ എത്രത്തോളം ലാഭകരമാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇതിപ്പോ പക്ക നമ്മളെ മലപ്പുറം, നമ്മളെ നാട്ടിലെ കാഴ്ച ട്രോപ്പിക്കൽ അവക്കാഡോ ആണ്. ഇത് ഏകദേശം 10-15 വർഷമൊക്കെ പഴക്കമുള്ള ഒരു മരമാണ്. അത്യാവശ്യം നല്ല ഫ്രൂട്ടിങ് കിട്ടുന്ന ഒരു മരമാണ്. നല്ല ഹാർവെസ്റ്റിംഗ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രീ ആണ് ഈ കാണുന്നത്. ഇതൊക്കെ അതിൽ വരുന്ന ഇതൊക്കെ പൂക്കാത്താണ്, ഇതൊക്കെ ചാടി പോകുന്നതൊക്കെയാണ്. അപ്പൊ ഇതാണ് ആ മരം. ഇത് കണ്ടോക്കുണ്ടോ, നന്നായിട്ട് ഫ്രൂട്ടിങ് ചെയ്തൊരു മരമാണ്. ഒരു മരം വർഷങ്ങളോളം ആദായം നൽകും. ഒരു പഴം ശരീരത്തിന് അത്ഭുതകരമായ പോഷകങ്ങൾ നൽകും. ലോകമെമ്പാടും ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വിള, അതാണ് അവക്കാഡോ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. അവക്കാഡോയെ പലരും ബട്ടർ ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിലെ മാംസള ഭാഗത്തിന് വെണ്ണ പോലെയുള്ള ഒരു സോഫ്റ്റാണ്. എന്നാൽ ഇത് രുചി മാത്രമുള്ള ഒരു പഴമല്ല. നല്ല കൊഴുപ്പ്, ഫൈബർ, പൊട്ടാഷ്യം, വിറ്റാമിൻ ഇ, വൈറ്റാമിൻ കെ, ഫോളേറ്റ് തുടങ്ങി ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യബോധമുള്ള ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന പഴങ്ങളിൽ ഒന്നായി അവക്കാഡോ മാറിയത്. ഇനി കൃഷിയിലേക്ക് വരാം. പലരും അവക്കാഡോ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വളരൂ എന്ന് കരുതാറുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പല ട്രോപ്പിക്കൽ അവക്കാഡോ ഇനങ്ങളും ചൂടുള്ള കാലാവസ്ഥയിലും വളരെ നന്നായി വളരുന്നവയാണ്. ഇത് കൃഷി ലാഭമാണല്ലേ? ഇതിന് ഇതൊന്നുമില്ലല്ലോ, ചെലവില്ലല്ലോ. മരം ഒന്നും കൊടുക്കണില്ല. കുഴിച്ചിടുമ്പോ മാത്രം കൊടുക്കണം. ഇതും ഏകദേശം ഒരു 10 വർഷം 15 വർഷം അല്ലേ പ്രായം ഉണ്ടാവും. പക്ഷെ ഇത് പ്രൂൺ ചെയ്യാത്തോണ്ടാ തോന്നുന്നുണ്ട് ഇങ്ങനെ നേരെ പോയത്. വെട്ടി കൊടുക്കാല്ലേ? മറ്റൊന്നും കൂടി മൾട്ടിപ്പിൾ ഷിഗറായി കണ്ടു വന്നു. അതുകൊണ്ട് കൂടുതൽ ഫ്രൂട്ട് ഉണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും ചെയ്യാലോ അല്ലെ? പ്രൂണിങ് വെട്ടി കൊടുത്താൽ കൂടുതൽ സ്പ്രെഡ് ആവും അല്ലേ? 35 to 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള പ്രദേശങ്ങളിലും ആവശ്യത്തിന് ജലസേചനവും നല്ല നീർവാർച്ചയുള്ള മണ്ണും ലഭിച്ചാൽ മികച്ച രീതിയിൽ കായ്ക്കും. എന്നാൽ വെള്ളക്കെട്ട് ഒരിക്കലും പാടില്ല. അതാണ് അവക്കാഡോ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അവക്കാഡോയുടെ ഏറ്റവും വലിയ ശത്രു വെള്ളക്കെട്ടാണ്. തൈ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വലിയ തെറ്റ് പലരും ചെയ്യാറുണ്ട്. വിത്ത് മുളപ്പിച്ച് വളർത്തിയ തൈ വാങ്ങുന്നു. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നല്ല നഴ്സറിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത തൈ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ട്രോപ്പിക്കൽ പ്ലാന്റുകൾ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ ഏത് കാലാവസ്ഥയിലും എവിടെ വെച്ചാലും ഈസി ആയിട്ട് ഒരു 3 to 5 years കൊണ്ട് ഫ്രൂട്ടിങ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ പ്ലാന്റ്സുകൾ, അതേപോലെ ട്രോപ്പിക്കൽ അവക്കാഡോ. ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വേഗത്തിൽ കായ്ക്കുകയും നല്ല ഗുണമേന്മയുള്ള പഴം നൽകുകയും ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലെ ട്രോപ്പിക്കൽ അവക്കാഡോ ആണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് കായ്ക്കും. ട്രോപ്പിക്കൽ അവക്കാഡോ ആണെങ്കിൽ എന്ന് വെച്ചാൽ നോർമൽ കാലാവസ്ഥ, നമ്മളെല്ലായിടത്തുള്ള സെയിം നോർമൽ കാലാവസ്ഥ ഉള്ള ഒരു സ്ഥലത്തുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. ഈ ഒരു ഫാമിലൊക്കെ ആയിട്ടാണ്. ഇവിടെ തന്നെ മാംഗോസ്റ്റി ഉണ്ട്. അതേപോലെ തന്നെ മെയിൻലി ഇവിടെ കൃഷി ചെയ്യുന്നതാണ് മാംഗോസ്റ്റീൻ, അതുപോലെ തന്നെ അവക്കാഡോ. ഒരു ഫാം ടിപ്പ് പറയാം. അവക്കാഡോ മരത്തിന് ദിവസവും കുറച്ച് വെള്ളം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആവശ്യമുള്ള സമയത്ത് ആഴത്തിൽ നനക്കുന്നതാണ്. അങ്ങനെ ചെയ്താൽ വേരുകൾ കൂടുതൽ ആഴത്തിലേക്ക് വളരുകയും അതുകൊണ്ട് വേനൽക്കാലത്തും മരം കൂടുതൽ കരുത്തോടെ നിൽക്കുകയും നല്ല വളർച്ച കാണിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നവർ ഈ കാര്യം ശ്രദ്ധിച്ചാൽ വെള്ളവും ലാഭിക്കാൻ മരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടും. അപ്പോൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ട്രോപ്പിക്കൽ പ്ലാന്റ് സെലക്ട് ചെയ്യുക. അത് നല്ല എന്താ പറയുക, വിശ്വസ്തയുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു 3 to 5 years ഉള്ളിൽ ഇത് ഫ്രൂട്ടിങ്ങും കിട്ടും, നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ട്രോപ്പിക്കൽ കാഴ്ച ട്രോപ്പിക്കൽ പ്ലാന്റ് തന്നെ 15 വർഷത്തിന് മുകളിൽ ഏജ് ഉള്ള ഒരു മരമാണ്. അല്ല ഫ്രൂട്ടിങ് കണ്ടില്ല, ഇഷ്ടംമാതിരി കാഴ്ച. അവക്കാഡോയുടെ തൈ നടാനുള്ള കുഴി എങ്ങനെ എടുക്കണം? അത് സാധാരണയായി 2 അടി നീളവും 2 അടി വീതിയും 2 അടി ആഴമുള്ള ഒരു കുഴി എടുത്താൽ മതി. അതിലേക്ക് മേൽമണ്ണും നല്ല ജൈവവളങ്ങളും വേപ്പിൻ പിണ്ണാക്കും കുറച്ച് റോക്ക് ഫോസ്ഫേറ്റും ചേർത്ത് നിറച്ച ശേഷം അതിലേക്ക് തൈ നടാം. മഴക്കാലത്തിൻ്റെ തുടക്കമാണ് നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. അവക്കാഡോ മരങ്ങൾ തമ്മിൽ ആവശ്യമായ അകലവും നൽകണം. ഏകദേശം 8 മുതൽ 10 മീറ്റർ വരെ അകലം നൽകിയാൽ ഭാവിയിൽ നല്ല വളർച്ച ലഭിക്കും. അകലം കുറച്ചാൽ പിന്നീട് ശാഖകൾ തമ്മിൽ ഇടിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്യാം. ഇനി നനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുതിയ തൈകൾക്ക് കൃത്യമായി വെള്ളം നൽകണം. എന്നാൽ ദിവസവും വെള്ളം ഒഴിക്കണം എന്നില്ല. മണ്ണിൻ്റെ ഈർപ്പം നോക്കി ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവക്കാഡോ കൃഷിയിൽ. അതുപോലെ തന്നെ വളപ്രയോഗവും അത്ര തന്നെ പ്രധാനമാണ്. ചാണകവളം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ് പോലുള്ള ജൈവവളങ്ങൾ സ്ഥിരമായി നൽകുക. മരത്തിൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് വളത്തിൻ്റെ അളവും വർദ്ധിപ്പിക്കാം. മണ്ണ് പരിശോധന നടത്തി അതനുസരിച്ച് രാസവളവും കൂടി നൽകുകയാണെങ്കിൽ കൂടുതൽ നല്ല കായ്ഫലം ലഭിക്കുന്നതാണ്. അവക്കാഡോ കൃഷിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രൂണിങ്. പ്രൂണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അനാവശ്യ ശാഖകൾ ഇടയ്ക്കിടെ നീക്കം ചെയ്യണം. ഇത് മരത്തിനുള്ളിലേക്ക് സൂര്യപ്രകാശവും വായുസഞ്ചാരവും ലഭിക്കാൻ സഹായിക്കും. അതിനൊപ്പം തന്നെ രോഗങ്ങളും വളരെ കുറയും. വിളവിൻ്റെ ഗുണനിലവാരവും മെച്ചപ്പെടും. അതുപോലെ അവക്കാഡോയിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചില ഇനങ്ങളിൽ പരാഗണം നന്നായി നടക്കാൻ ഒന്നിലധികം ഇനങ്ങൾ ഒരുമിച്ച് നട്ടാൽ കൂടുതൽ വിളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ഇനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും വളരെ ശ്രദ്ധിക്കണം. സാധാരണ കാണുന്ന രോഗങ്ങളും കീടങ്ങളും എന്തൊക്കെയാണ്? വേരുചീയൽ, ഇലകളിലെ ചില ഫംഗസ് രോഗങ്ങൾ, സ്കെയിൽ ഇൻസെക്റ്റുകൾ എന്നിവ ചിലപ്പോൾ പ്രശ്നമാകാം. തോട്ടം വൃത്തിയായി സൂക്ഷിക്കുകയും വെള്ളക്കെട്ട് ഒഴിവാക്കുകയും രോഗം ബാധിച്ച ഭാഗങ്ങൾ സമയത്ത് നീക്കം ചെയ്യുകയും ചെയ്താൽ വലിയൊരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇനി അവക്കാഡോ കൃഷിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അതാണ് അവക്കാഡോ എപ്പോൾ കായ്ക്കും? ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ സാധാരണയായി 3-4 വർഷത്തിനുള്ളിൽ കായ്ക്കാൻ തുടങ്ങും. നല്ല പരിപാലനം നൽകിയാൽ വർഷം തോറും വിളവ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഒരു പ്രായപൂർത്തിയായ മരം 100 കണക്കിന് പഴങ്ങൾ വരെ നൽകാൻ കഴിയും. ഇനി മാർക്കറ്റിനെ കുറിച്ച്. കേരളത്തിൽ ഇന്ന് അവക്കാഡോയുടെ ആവശ്യകത വർഷം തോറും വർദ്ധിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റുകൾ, ഫ്രൂട്ട് ഷോപ്പുകൾ, ഹോട്ടലുകൾ, ജ്യൂസ് സെൻ്ററുകൾ, ഓൺലൈൻ മാർക്കറ്റുകൾ തുടങ്ങി പല സ്ഥലങ്ങളിലും നല്ല ആവശ്യക്കാരുണ്ട്. നല്ല ഗുണമേന്മയുള്ള പഴങ്ങൾക്ക് നല്ല മികച്ച വില ലഭിക്കാറുമുണ്ട്. അവക്കാഡോ കഴിക്കുന്നവർ എന്തുകൊണ്ട് ഇത്രയും ഇഷ്ടപ്പെടുന്നു? ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നു, നല്ല കൊഴുപ്പ് ലഭിക്കുന്നു, ഫൈബർ കൂടുതലായതിനാൽ ദഹനത്തിന് സഹായിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പോഷക സമൃദ്ധമായ ഒരു പഴമാണ് അവക്കാഡോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിപണി സാധ്യതയും ഉയർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട്, അവക്കാഡോയിൽ നല്ല കായ്പിടുത്തം കിട്ടാൻ എന്ത് ചെയ്യണം? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മരത്തിന് ആവശ്യമായ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്നതാണ്. അതുപോലെ ഇടയ്ക്കിടെ പ്രൂണിങ് ചെയ്ത് മരത്തിനുള്ളിലേക്ക് വെളിച്ചവും വായുസഞ്ചാരവും എത്തുന്ന രീതിയിൽ നിർത്തണം. പൂവിടുന്ന സമയത്ത് മണ്ണ് പൂർണ്ണമായും വരണ്ടു പോകാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഈ 3 കാര്യങ്ങൾ മാത്രം സ്ഥിരമായി ശ്രദ്ധിച്ചാൽ കായ്പിടുത്തത്തിൽ നല്ല മാറ്റം കാണാൻ സാധിക്കും. ഇനി ഒരു പ്രധാന കാര്യം, അവക്കാഡോ കൃഷിയിൽ വിജയിക്കുന്നത് വെറും തൈ നട്ടത് കൊണ്ടല്ല. ശരിയായ ഇനം തിരഞ്ഞെടുക്കുക, നല്ല നീർവാർച്ചയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക, കൃത്യമായ വളപ്രയോഗം, സമയത്ത് പ്രൂണിങ്, വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ഈ 5 കാര്യങ്ങൾ പാലിച്ചാൽ തന്നെ അവക്കാഡോ കൃഷിയിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ 10 സെന്റിലൊക്കെ ഈ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവും നല്ല ലാഭവും ഉണ്ടാവും. നല്ല ഹാർവെസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുന്ന ഒരു കൃഷി രീതിയാണ് അവക്കാഡോ ഫാമിംഗ്. അവക്കാഡോ കൃഷിയിൽ വിജയിക്കണമെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മണ്ണും കാലാവസ്ഥയും നോക്കിയാണ് വളപ്രയോഗവും ജലസേചനവും തീരുമാനിക്കേണ്ടത്. മറ്റൊരാളുടെ തോട്ടത്തിൽ വിജയിച്ച രീതി അതേപടി നമ്മുടെ സ്ഥലത്ത് വിജയിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മരത്തെ ഇടയ്ക്കിടെ നിരീക്ഷിക്കുക. ഇലകളുടെ നിറം മാറുന്നുണ്ടോ, പുതിയ തളിരുകൾ വരുന്നുണ്ടോ,
പൂവിടൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ശ്രദ്ധിച്ചാൽ മരം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. കൃഷിയിലെ ഏറ്റവും വലിയ വളം അനുഭവമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അവക്കാഡോയുടെ പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് ട്രോപ്പിക്കൽ അവക്കാഡോ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നമുക്ക് എവിടെ പ്ലാന്റ് ചെയ്താലും കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ അവക്കാഡോ. ഒരു കാര്യം കൂടി, അവക്കാഡോ ഒരു ദീർഘകാല കൃഷിയാണ്. അതുകൊണ്ട് ആദ്യത്തെ 1-2 വർഷം മാത്രം നോക്കി ഇത് നല്ല കൃഷിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കരുത്. ഒരു നല്ല തൈ തിരഞ്ഞെടുക്കുക, ശരിയായ അകലം പാലിച്ച് നടുക, സമയത്തിന് വളവും വെള്ളവും നൽകുക, ആവശ്യമായ പ്രൂണിങ് ചെയ്യുക. ഈ അടിസ്ഥാന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മരം വളരുന്നതിനനുസരിച്ച് വിളവും മെച്ചപ്പെടും. തുടക്കത്തിൽ കാണിക്കുന്ന ശ്രദ്ധയാണ് പിന്നീട് വർഷങ്ങളോളം നമുക്ക് ഫലം നൽകുന്നത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അവക്കാഡോ കൃഷിയിൽ വിജയിക്കുന്ന കർഷകരും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന കർഷകരും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം അവർ മരത്തിന് കൊടുക്കുന്ന സമയമാണ്. ഒരു മരം നട്ടിട്ട് മാസങ്ങളോളം തിരിഞ്ഞു നോക്കാതിരുന്നാൽ നല്ല ഫലം പ്രതീക്ഷിക്കാൻ ഒരിക്കലും പറ്റില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓരോ മരവും ഒന്ന് ചുറ്റി നടന്നു നോക്കുക. ഇലകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, പുതിയ തളിരുകൾ വരുന്നുണ്ടോ, കീടങ്ങളുടെയോ രോഗങ്ങളുടെയോ ലക്ഷണങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പ്രശ്നം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ചെറിയ ചിലവിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ അത് വൈകിയാൽ മരത്തിൻ്റെ വളർച്ചയെയും വിളവിനെയും ബാധിക്കും. അതുകൊണ്ട് കൃഷിയിൽ ഏറ്റവും വലിയ നിക്ഷേപം പണമല്ല, നമ്മൾ മരത്തിന് കൊടുക്കുന്ന ശ്രദ്ധയും ടൈമുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരിയായ തൈ നടുകയും അതേപോലെ തന്നെ ശരിയായ വെറൈറ്റി സെലക്ട് ചെയ്യുകയും ചെയ്താൽ അവക്കാഡോ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ലാഭകരമായ കൃഷി രീതികളിൽ ഒന്നാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം, കൃഷി രീതികളും പോലെ തന്നെ നമ്മൾ നടുന്ന നാടിൻ്റെ കാലാവസ്ഥ, അവിടുത്തെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇതൊക്കെ നോക്കിയിട്ട് നല്ല ഒരു പ്ലാന്റ്, നല്ല തൈ സെലക്ട് ചെയ്തുകൊണ്ട് ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വരുമാനം കിട്ടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റികളിൽ ഒന്നാണ് അവക്കാഡോ കൃഷി രീതികൾ. അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ പോലും അവഗണിക്കരുത്. ആദ്യം ശ്രദ്ധിച്ചാൽ മരം പിന്നീട് നന്ദി പറയുന്നത് നല്ല വിളവിലൂടെ ആയിരിക്കും. ശരിയായ പ്ലാനിങ്ങോട് കൂടിയാണെങ്കിൽ ഇത് അവക്കാഡോ കൃഷി എന്നത് ഏറ്റവും നല്ല ഒരു നിക്ഷേപമാണ്.